യോസഫ് ശുശ്രൂഷ ചെയ്യുകയാണ്. പോത്തിഫറിൻ്റെ ഭവനത്തിൽ അടിമയായി വേല ചെയ്യുമ്പോഴും താൻ ശുശ്രൂഷയിലാണ്. അവിടെ നിന്നും കാരാഗൃഹത്തിലേക്ക് താഴ്ത്തപ്പെട്ട യോസഫ് കാരാഗൃഹത്തിലും ശുശ്രൂഷ ചെയ്യുകയാണ്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞ ഒത്തിരി വേദനകൾ, ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ തൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ വേദന കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന നിന്ദയാണ്. നമ്മെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വേദന. പ്രിയപ്പെട്ടവരെ, യോസഫ് ഇനി ശുശ്രൂഷിക്കരുത്, യോസഫ് ഇനി എഴുന്നേൽക്കരുത്, യോസഫ് അവസാനിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ശക്തിയുണ്ട്. എന്തുകൊണ്ടാണ് യോസഫിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നിന്ദകൾ നേരിട്ടത്? യോസഫ് വാഗ്ദത്തമുള്ളവനാണ്. യോസഫ് ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ദൈവം കണ്ടവനാണ്. ദൈവത്തോട് നിരന്തരമായ ബന്ധം പുലർത്തുന്നവനാണ്. ദർശനമുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി കാണാതിരിക്കുവാൻ ശത്രു അവന് നൽകിയ സമ്മാനം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അവഗണനയാണ്. എന്നും മായാത്ത ഓർമ്മകൾ, ഹൃദയം തകർക്കുന്ന ഓർമ്മകൾ. പ്രിയപ്പെട്ടവരെ, അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അവനൊരു വേല പോലും ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം അവൻ തകർക്കപ്പെട്ടവനാണ്. ആ ഓർമ്മകൾക്ക് എന്നും അവനെ കിടത്തിക്കളയാനുള്ള ശക്തിയുണ്ട്. അവൻ്റെ കൂടപ്പിറപ്പുകളാണ് അവനെ ഒറ്റപ്പെടുത്തിയത്, തള്ളിക്കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒത്തിരി വേദനകൾ തൻ്റെ ജീവിതത്തിലുള്ളപ്പോഴും യോസഫ് ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചത് ശുശ്രൂഷിക്കുവാനാണ്. നിങ്ങൾ ശുശ്രൂഷിക്കണം. ജോസഫിനെ പോലെ ശുശ്രൂഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിലെ വേദനകളൊന്നും ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ശുശ്രൂഷിക്കണം. എല്ലാം മറന്ന് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കണം. ദൈവമാണ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നതെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴിയും വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിലേക്ക് കാണാനില്ലെങ്കിലും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ കാരാഗൃഹത്തിൻ്റെ അനുഭവത്തിലും ദൈവത്തിന് വഴിയുണ്ട്, ദൈവത്തിന് വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, പിശാചു ശ്രമിക്കുന്നത് നിങ്ങൾ എഴുന്നേൽക്കരുത്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കരുത്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കരുത്, നിങ്ങൾ വീഴ്ത്തിക്കളയണം, കിടത്തിക്കളയണം, വാഗ്ദത്തമുള്ളവൻ എഴുന്നേൽക്കരുത് എന്നാണ് പിശാച് ആഗ്രഹിക്കുന്നതെങ്കിൽ യോസേപ്പ് അതിനെ മറികടക്കുകയാണ്. എങ്ങനെയാണ് അവൻ അത് കഴിഞ്ഞത്? ഇത്ര വലിയ വേദനകൾ ജീവിതത്തിൽ വന്നിട്ടും എങ്ങനെയാണ് അവന് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞത്? അത് അവന് ദൈവമായിട്ടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും മുറിവേൽപ്പിച്ചാലും നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു കിടക്കുകയില്ല. നിങ്ങളെ കിടത്തിക്കളയാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ശക്തീകരിക്കും. വീണ് കിടക്കുന്നിടത്ത് നിങ്ങൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എത്ര തകർച്ചകൾ ജീവിതത്തിൽ വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേറ്റമുണ്ട്. യോസഫ് ശുശ്രൂഷയിലാണ്. ശുശ്രൂഷിക്കണം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, വ്യക്തമായ സമയമുണ്ട്. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് ശുശ്രൂഷിക്കണം. അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവത്തിൻ്റെ വിചാരമുണ്ട്.
ശുശ്രൂഷിക്കാൻ നിങ്ങൾ മനസ്സ് വയ്ക്കണം. എല്ലാം മറന്ന് ശുശ്രൂഷിക്കണം. നിങ്ങളെ ആക്കി വെച്ച സ്ഥാനത്ത്, അത് സഭയിലാണെങ്കിൽ അങ്ങനെ, വീട്ടിലാണെങ്കിൽ അങ്ങനെ, ജോലി മേഖലയിലാണെങ്കിൽ അങ്ങനെ. യോസെഫ് കാരാഗൃഹത്തിലാണ് ശുശ്രൂഷിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തടവറകളെ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ സർക്കിളിനെ ദൈവം കാണുന്നുണ്ട്. നിരാശപ്പെടേണ്ട. ദർശനം വലുതായിരിക്കാം. ദൈവത്തിന് സമയമുണ്ട്. ശുശ്രൂഷിക്കുക. ദൈവത്തിൻ്റെ സമയം വരെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കുക. വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.